ഇന്നലെ ബിഗ് ബോസിൽ നിന്ന് RJ ബിൻസി ഔട്ടായത് നമ്മൾ കണ്ടതാണ്. പ്രേക്ഷകരെ പോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലെ മറ്റു മത്സരാർത്ഥികളും ഞെട്ടിയ ഒരു കാഴ്ചയാണ് RJ ബിൻസിയുടെ ഔട്ടാകൽ. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല നമ്മൾ പറയുന്നത്. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ചുരുക്കി നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം. ഇന്നലെ RJ ബിൻസി എവിക്റ്റായി പോകുമ്പോൾ അപ്പാനി ശരത്തിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ നെവിനെ മൈൻഡ് ചെയ്യാതെ പോകുന്ന RJ ബിൻസിയാണ് കണ്ടത്. RJ ബിൻസിയുടെ നല്ല സുഹൃത്തായിരുന്നു നെവിൻ. അവർ തമ്മിൽ ഒരു വഴക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവർക്കിടയിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നെവിൻ ഒരു തമാശയിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് സീസൺ 7 ഒരു തമാശ ഒരു ഫണ്ണായിട്ട് കൊണ്ടുപോകുന്ന ഒരു മത്സരാർത്ഥിയാണ്. എല്ലാവരോടും പ്രത്യേകമായിട്ടൊരു കാര്യമുള്ള ഒരു മത്സരാർത്ഥിയാണ്. RJ ബിൻസി ഇന്നലെ പുറത്താകുമ്പോൾ നെവിൻ പുറകെ നടന്ന് സങ്കടപ്പെടരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി RJ ബിൻസി അത് മൈൻഡ് ചെയ്യുന്നില്ല. RJ ബിൻസിയുടെ ബിഗ് ബോസിലെ മറ്റൊരു സുഹൃത്താണ് അപ്പാനി ശരത്ത്. അതേപോലെ തന്നെ അനുവിനെ കെട്ടിപ്പിടിച്ച് പിന്നെ കാര്യങ്ങളൊക്കെ പറയുകയും സങ്കടം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പാനിയുമായിട്ട് സങ്കടങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പാനിയുടെ കപ്പടിക്കാൻ പറയുന്നുണ്ട്. അപ്പാനിയെ ഹഗ് ചെയ്യുന്നുണ്ട്. യാത്ര പറയുന്നുണ്ട്. ഒക്കെയുണ്ട്. എന്നാൽ RJ ബിൻസിയുടെ പിറകെ നടന്ന് തൻ്റെ സുഹൃത്തായ നെവിനെ RJ ബിൻസി മൈൻഡ് ചെയ്യാത്തത് പ്രേക്ഷകർക്കിടയിൽ ചെറിയ ഒരു RJ ബിൻസിയോടുള്ള ഒരു ദേഷ്യം പ്രകടമായിട്ടുണ്ട്. കമൻ്റൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. RJ ബിൻസിക്ക് നെവിനെയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്യാമായിരുന്നു. ഒരു യാത്ര പറയാമായിരുന്നു. പുറത്ത് ഇറങ്ങിയിട്ട് കാണാമെന്ന് പറയാമായിരുന്നു. സൗഹൃദങ്ങൾ അതായത് ഉണ്ടായ ഒരു വഴക്ക് അത് കാര്യമാക്കരുത് എന്നൊക്കെ പറയായിരുന്നു. സാധാരണ അങ്ങനെയാണ് പുറത്തിറങ്ങുമ്പോൾ. ഇവിടെ അപ്പാനി ശരത്തിനെ മൈൻഡ് ചെയ്യും, അനുവിനെ മൈൻഡ് ചെയ്യും, മറ്റു മത്സരാർത്ഥികളിൽ ഒന്നോ രണ്ടോ പേരെ ശൈത്യ എങ്ങാണ്ടോ മൈൻഡ് ചെയ്യുകയും ചെയ്യുന്ന RJ ബിൻസിയാണ് കണ്ടത്. മറ്റാരെയും കാര്യമായ ഒരു പ്രാധാന്യം കൊടുത്തില്ല. പ്രത്യേകിച്ച് നെവിനെ ഇത് വലിയൊരു ചർച്ചയായിട്ടുണ്ട്. കാരണം നെവിൻ അതായത് പിന്നെ RJ ബിൻസിയുടെ ഒരു സുഹൃത്തായിരുന്നു. മൈൻഡ് ചെയ്യാതെ പോയത് വലിയൊരു ചർച്ചയ്ക്ക് വിധേയമായി എന്ന് തന്നെ പറയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.